എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ രാവിലെ സമയം ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് വെളിച്ചം പകരുവാൻ നിനക്കേ കഴിയുകയുള്ളൂ. ഈ ലോകത്ത് വെളിച്ചം പകരുവാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഓർക്കുക, ഈ ലോകം നിന്നോട് വെളിച്ചം ആവശ്യപ്പെടുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഈ അന്ധകാരാവൃതമായ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. മലമേലിരിക്കുന്ന പട്ടണം അത് മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് ആരും അതിനെ പറയിൻ കീഴിലല്ല വയ്ക്കുന്നത്. എല്ലാവർക്കും കാണത്തക്കവണ്ണം അത് മലമേൽ ശോഭിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നിന്റെ വെളിച്ചം എവിടെ? നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി തീർന്നാൽ, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായി തീർന്നാൽ ആ അന്ധകാരത്തിന്റെ ദൃഢത വളരെ വലുത്. ഒരു ദൈവ പൈതലിൽ നിന്ന് അവനിലുള്ള വെളിച്ചം മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവനിൽ നിന്ന് ബഹിർഗമിക്കുന്ന അന്ധകാരം ലോകത്തിന്റെ അന്ധകാരത്തെക്കാൾ ശക്തമാണ്. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകം നമുക്ക് ആഗ്രഹിക്കുന്ന ഒന്നും നൽകി തരുന്നില്ല. ഈ ലോകം നമ്മുടെ സ്ഥിരമായ പാർപ്പിടമാണ് എന്ന് നമ്മൾ വ്യാമോഹിക്കുന്നില്ല. എങ്കിലും ചോദിക്കട്ടെ, നിനക്ക് ലോകത്തോട് ഉത്തരവാദിത്വമുണ്ട്. എന്താണത്? നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ ഭാഗങ്ങളാണ്. ഈ ലോകത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. വെളിച്ചം അന്വേഷിച്ചുകൊണ്ട് കാരാഗ്രഹ പ്രമാണി അവരുടെ അടുക്കലേക്ക് ഓടിയെത്തിയതുപോലെ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളുടെ കയ്യിലുള്ള കിന്നരങ്ങളെ അവിടെയുള്ള അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. എങ്ങനെയാണ് ബാബിലോണിൽ അടിമകളായിരിക്കുന്ന ഈ ചെറുപ്പക്കാരോട് സന്തോഷം ആവശ്യപ്പെടുന്നത്? ബാബിലോണിൽ വസ്തുവകകളോട് ജീവിക്കുന്നവർക്ക്, ബാബിലോണിൽ സ്വന്തം പൗരന്മാരായി ജീവിക്കുന്നവർക്ക്, ബാബിലോണിൽ ആവശ്യമുള്ളതെല്ലാം ഉള്ളവർക്ക് എന്തുകൊണ്ട് ഇവര് സന്തോഷം പ്രദാനം ചെയ്യേണ്ടി വന്നിരിക്കുന്നു? യഹോവയിങ്കൽ സന്തോഷം ഞങ്ങളുടെ ബലമാണ്. ഈ ലോകത്തിലില്ലാത്ത സന്തോഷം നിനക്കുണ്ട്. ഈ ലോകത്തിലില്ലാത്ത സംതൃപ്തി നിനക്കുണ്ട്. ഈ ലോകത്തിലില്ലാത്ത പ്രത്യാശ നിനക്കുണ്ട്. അത് ഈ ലോകത്തിന് കാഴ്ചവെക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇനി നമുക്ക് നോക്കാം മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചാൽ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ഈ ലോകത്തോടുള്ള ദൈവമക്കളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം എന്താണ്? ഈ ലോകത്തിന് സുവിശേഷം പ്രദാനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷം വെളിച്ചം എന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സുവിശേഷം തന്നെ വെളിച്ചമാണ്. നമ്മൾ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കേരളത്തിലേക്ക് വന്നാൽ തന്നെ ഒരു വെളിച്ചമാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായ ആളുകളുള്ള സ്ഥലമാണ് കേരളം. അതിന്റെ വെളിച്ചം കേരളത്തിലുണ്ട്. നമ്മളിൽ പലരും ഈ രാജ്യത്ത് വന്നെത്താൻ കാരണമായി തീർന്നത് നമുക്ക് ലഭ്യമായ അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. നമ്മുടെ നാടിന്റെ ഉയർച്ചയുടെ അടിസ്ഥാന ശിലകളിലൊന്ന് നമുക്ക് ലഭ്യമായ ആ സുവിശേഷത്തിന്റെ വെളിച്ചമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത വെളിച്ചം നമുക്ക് എവിടെ നിന്ന് ലഭ്യമായി? ഇന്ത്യയിലെ ഇതര ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാകാതിരുന്ന ആ വെളിച്ചം നമുക്കെങ്ങനെ ലഭ്യമായി? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരേ സമയത്താണ് സ്വതന്ത്രമായത്. ഇന്ത്യ ഒരേ രാജ്യം എന്നുള്ള നിലയിൽ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളവും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് ഒരു സ്ഥലം മാത്രം വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇത് തന്നെയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. സുവിശേഷം ലോകത്തിന്റെ വെളിച്ചമാണ്. സുവിശേഷം ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ സുവിശേഷം ലോകത്തിന് പ്രദാനം ചെയ്യുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഓരോ ദൈവ പൈതലിനുമുണ്ട്. പക്ഷെ അവിടെ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആരാണിത് ചെയ്യേണ്ടത്? ആരുടെ ഉത്തരവാദിത്വമാണത്? എങ്ങനെയാണത് ചെയ്യേണ്ടത്? ആരാണ് അതിന് നേതൃത്വം നൽകുന്നത്? വേദപുസ്തകം അത് സംബന്ധിച്ച് വിശേഷിച്ചൊന്നും പറയുന്നില്ല. വേദപുസ്തകം അത് സംബന്ധിച്ച് പറയുന്ന ഇതാണ്: ദൈവസഭയിലെ ശുശ്രൂഷക വൃന്ദങ്ങൾ വ്യത്യസ്തരാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ. ഇങ്ങനെ വ്യത്യസ്തമായ ശുശ്രൂഷക വൃന്ദം ദൈവസഭയിലുണ്ട്. സുവിശേഷീകരണത്തെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസം ഒന്നുമില്ല. നിന്റെ മേൽ ഈ വെളിച്ചം വീണിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് ഇത് പകരുവാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ ലോകത്തിന് സുവിശേഷം നൽകുവാൻ കടപ്പെട്ടയാളാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് വിളിച്ചു പറഞ്ഞത്, ഞാൻ ലോകത്ത് ഞാൻ യവനന്മാർക്ക് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ബർബരന്മാർക്ക് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ ജ്ഞാനികൾക്കും ഭോഷന്മാർക്കും എല്ലാം കടപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ പേരിലാണ്. നോക്കൂ, ആരിൽ നിന്നും ഒന്നും കടം വാങ്ങിക്കുന്നയാളല്ല പൗലോസ്.
പൗലോസ്. ആ ഉള്ളതുകൊണ്ട് സന്തോഷത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയുന്ന, അതിന് ശീലിച്ചിട്ടുള്ള മനുഷ്യനാണ് പൗലോസ്. എന്നാൽ എന്തുകൊണ്ടാണ് താൻ വിളിച്ചു പറയുന്നത് ഞാൻ കടക്കാരനാകുന്നുവെന്ന്? ഞാൻ ലോകത്ത് ആരോടെങ്കിലും എന്തിനെങ്കിലും കടക്കാരനായിരിക്കുന്നെങ്കിൽ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. എന്തിന്റെ കാര്യത്തിൽ, എന്തിന്റെ പേരിലാണത്? സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ ഞാനൊരു കടക്കാരനാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ ഉപനിധിയാണ്. ഈ ഉപനിധി അവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഒരു താലന്ത് ലഭ്യമായ മനുഷ്യൻ ഭയപ്പെട്ട് അത് കൊണ്ടുപോയി അവൻ കുഴിച്ചിടുവാനിടയായി തീർന്നു. നമ്മളിൽ പലർക്കും സുവിശേഷം പറയുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഭയമാണ്. ഭയം നമ്മെ കീഴടക്കിയിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വ്യത്യാസം സമൂഹങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അടുത്തിടെ ഒരു നിയമം പാസ്സാക്കി. നിങ്ങൾ എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല. ആ നിയമം ഇതാണ്: റോഡരികിൽ ഒരു തരത്തിലുള്ള പൊതുസമ്മേളനങ്ങളും നടത്തരുത് എന്നൊരു നിയമം പാസ്സാക്കി ഹൈക്കോടതി. ആ നിയമം നമുക്ക് വേണ്ടി പാസ്സാക്കിയതല്ല, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പാസ്സാക്കിയതാണ്. ഒരു കാര്യം ഓർത്തോ, തമ്പേറും കൊട്ടിയിൽ ഒരു പരസ്യം നടത്താമെന്ന് വിചാരിച്ചു പോയാൽ പറ്റത്തില്ല. ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് സുവിശേഷം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഹല്ലേലൂയ. എത്രയോ അവസരങ്ങൾ നമ്മൾ പാഴാക്കി, എത്രയോ ജീവിതങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നിന്ന് കൈവഴുതി പോകുവാനിടയായി തീർന്നു. ഏതെങ്കിലും ഒരുവനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തോട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. സുവിശേഷം കൊടുക്കുവാനുള്ളതാണ്. കാരണം നീ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. നിങ്ങൾ അടുത്തതായി കർത്താവ് ഭൂമിയെ കുറിച്ചും നമ്മെ കുറിച്ചും പറഞ്ഞ പ്രസ്താവന ഇതാണ്: നിങ്ങൾ എന്താണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല, അത് വേറൊരു പ്രസംഗം. അത് ഇന്ന് രാവിലെ കളയാനൊക്കത്തില്ല. എന്നാൽ ഉപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ ദൗത്യത്തിൽ ഒന്ന്, ഈ ദ്രവത്വത്തെ തടയാൻ ഉപ്പിന് വലിയ കഴിവുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഉപ്പ് രസം, ആ ശക്തി ഈ ജീർണതയെ തടയുവാൻ പര്യാപ്തമായ കാര്യമാണ്. ഈ ലോകത്തിന്റെ ധാർമ്മിക നിലവാരത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. എത്രയോ ഖേദകരമായ ഒരു ധാർമ്മിക നിലവാരമാണ് ഈ ലോകത്തിന്. അതിനെക്കുറിച്ച് ഇന്ന് രാവിലെ പറയുവാൻ, ആരാധനയിൽ അത് സൂചിപ്പിക്കുവാൻ പോലും എനിക്ക് ആഗ്രഹമില്ല, ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത്രമാത്രം അധപ്പതിച്ച ആ അപകടകരമായ ഒരു കാര്യം, നമ്മുടെ കേരളമൊക്കെ അമേരിക്കയെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ ധാർമ്മികമായ ചുതിയിലാണ്. വളരെയേറെ അമേരിക്കയെ പോലും ഒരുപക്ഷെ ലജ്ജിപ്പിക്കുവാൻ കഴിയുന്ന ധാർമ്മിക ചുതിയാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ ആരായിരിക്കണമെന്നാണ്? നിങ്ങൾ അങ്ങനെ ധാർമ്മികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ഉപ്പായി അവർക്ക് രുചി വരുത്തേണ്ടവരും ആ ധാർമ്മികതയ്ക്ക് ഒരു ശമനം കൽപ്പിക്കുവാൻ അവിടെ സ്ഥിരമായി നിൽക്കേണ്ടവരുമാണ് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ആ ഉപ്പു രസം? അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ടുകൊണ്ട് രസം വരുത്തുവാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അത് പിന്നെ എവിടെയെങ്കിലും തൂത്തെറിഞ്ഞിട്ട് ആരെങ്കിലും അത് ചവിട്ടിക്കളയുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് വിശേഷിച്ചൊരു പ്രയോജനവുമില്ല. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും രുചി വരുത്തിയതുമായിരിക്കണം. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മളുടെ ഈ ഉപ്പുരസം നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ സംഭാഷണത്തിൽ നമുക്കത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലുള്ള മനുഷ്യരുടെ ഭാഷ നമ്മൾ കടമെടുക്കുന്നവരല്ല. നമ്മൾ ഒരിക്കലും ലോക മനുഷ്യന്റെ ആ അധർമ്മത്തിൽ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ ലോക മനുഷ്യരുടെ അഹങ്കാരത്തിൽ അധിഷ്ഠിതമായ വാക്കുകൾ നമ്മൾ ഒരിക്കലും പറയാറില്ല, നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാറില്ല. ഒരിക്കലും നമ്മളത് പ്രയോഗിക്കാൻ പാടില്ല. എന്താ കാരണം? ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാണ്. ലോകത്തിന്റെ മാതൃകകൾ ഉൾക്കൊള്ളുന്നവനല്ല നീ പിന്നെ ആരാണ്? നീ ലോകത്തിന്റെ വെളിച്ചവും ഉപ്പും ലോകത്തിന് സുവിശേഷം പ്രദാനം ചെയ്യേണ്ടവരാണ്. നമ്മുടെ കണ്ണിൽ ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. അവർക്ക് യോഗ്യമായിരുന്നു. പഴയ നിയമ ഭക്തന്മാരായി ഇവിടെ പറയപ്പെട്ടിരുന്ന ആർക്കും തന്നെ ലോകം യോഗ്യമായിരുന്നില്ല. ഏറ്റവും പ്രധാന കാരണം നമ്മൾ ലോകത്തിലുള്ളവരല്ല എന്നുള്ളതാണ് കാരണം.